ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാർത്തീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കാണ്. മാക്സിമം പോയിന്റ്സും ഇതിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ SCRT പോയിന്റ്സും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം 2019 പ്രധാന മാറ്റങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 10th ലെവൽ മെയിൻ സിലബസിലെ സുപ്രധാന നിയമങ്ങളിലും ഡിഗ്രി പ്രിലിംസിൽ സിവിക്സിലും ഈ ടോപ്പിക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. സോ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പദങ്ങളാണ് ഉപഭോഗവും ഉപഭോക്താവും. എന്തൊക്കെയാണ് ഉപഭോഗവും ഉപഭോക്താവും എന്ന് SCRT കണ്ടന്റ്സിൽ നിന്നും നമുക്ക് പഠിക്കാം. ഉപഭോഗം മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. എന്താണ് ഉപഭോഗം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെ എന്തെന്നാണ് പറയുന്നത്? ഉപഭോക്താവ് എന്നാണ് പറയുന്നത്. ഉപഭോക്താവിന്റെ സംതൃപ്തി. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ്. പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇതൊക്കെ SCRT പോയിന്റ്സ് ആണ്, നന്നായിട്ട് പഠിക്കണം ഇതൊക്കെ. എന്താണ് സംതൃപ്തി കൊണ്ട് അർത്ഥമാക്കുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നത് അറിയപ്പെടുന്നതാണ് സംതൃപ്തി. സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സബലീകരിക്കുന്നത് അറിയപ്പെടുന്നത് എന്തെന്നാണ്? സംതൃപ്തി. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഈ പോയിന്റ്സ് ഒക്കെ SCRT ആണ്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം എന്നാണ് 1985. ലോകത്താദ്യമായി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്നതിനെ പറ്റി അമേരിക്കൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാരാണ്? 1962 മാർച്ച് 15 ജോൺ F കെന്നഡിയാണ് ഇങ്ങനെ പ്രസംഗിച്ചത്. ലോകത്താദ്യമായി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്നതിനെ പറ്റി അമേരിക്കൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാരാണ്? ജോൺ F കെന്നഡിയാണ്. വർഷം 1962 മാർച്ച് 15. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 15 അന്തർദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു. അന്തർദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് 15. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. അതുകൊണ്ട് തന്നെ ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത് ഡിസംബർ 24. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം വർഷം എന്നാണ് 1986. എന്താണ് നിയമം പറയുന്നത്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായാണ്. ഈ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം.
ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്കു പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം. എന്തൊക്കെയാണ് അവകാശങ്ങളിൽ വരുന്നത്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുൻപിൽ തർക്കങ്ങൾക്കു പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം. കഴിഞ്ഞ LD മെയിൻസിന് ക്വസ്റ്റ്യൻ വന്നത് ഈ ഭാഗത്തു നിന്നുമാണ്. 1986 ഈ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഉപഭോക്തൃ കോടതികൾ. എന്താണ് ഉപഭോക്തൃ കോടതികളുടെ പ്രത്യേകതകളെന്ന് നോക്കാം. ഉപഭോക്തൃ കോടതികൾ ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. എന്താണ് ഉപഭോക്തൃ കോടതികൾ? ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നതിൽ ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഉപഭോക്തൃ കോടതികൾക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഇന്ന് ത്രിതല ഉപഭോക്തൃ കോടതികളുടെ സേവനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ജില്ലാ സംസ്ഥാന ദേശീയ ഉപഭോക്തൃ കോടതികളുടെ ഘടനയും അധികാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്തൃ കോടതികൾ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. ഘടന: ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളും, 1 അംഗമെങ്കിലും വനിത. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളും, 1 അംഗമെങ്കിലും വനിത. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2019 ഭേദഗതി അനുസരിച്ച് പുതിയ വിജ്ഞാന പ്രകാരം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് പരിഗണിക്കാവുന്ന കേസുകളുടെ പരിധി ഇപ്പോൾ 50 ലക്ഷം രൂപ വരെയാക്കി. പണ്ട് ഇത് 1 കോടി രൂപ വരെയായിരുന്നു. ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് പരിഹരിക്കാവുന്ന കേസുകളുടെ പരിധി എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ്. മുൻപ് ഇത് 1 കോടി രൂപ വരെയായിരുന്നു. സംസ്ഥാന കമ്മീഷനുകളുടെ പരിധി 50 ലക്ഷം മുതൽ 2 കോടി വരെയാക്കി. 2 കോടിക്ക് മുകളിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ദേശീയ ഉപഭോക്തൃ കമ്മീഷനാകും. അതുപോലെ ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊടുത്ത ത്രിതല ഉപദേശക സമിതികളുമുണ്ട്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ഉപഭോക്തൃ കോടതികൾക്ക് പുറമെയാണ് ത്രിതല ഉപദേശക സമിതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ജില്ലാ കളക്ടർ. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അധ്യക്ഷൻ ആരായിരിക്കും? സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അധ്യക്ഷൻ ആരായിരിക്കും? സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, നമ്മളിപ്പോൾ ഒരു പരാതി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൊടുത്തെന്നിരിക്കട്ടെ, വിധി നമുക്ക് അനുകൂലമായില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നമുക്ക് അപ്പീലിന് പോകാം. എത്ര ദിവസത്തിനുള്ളിൽ പോകണം? 45 ദിവസത്തിനുള്ളിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഒരു കേസ് കൊടുത്തു, വിധി നമുക്ക് അനുകൂലമായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീലിന് പോകാം. എത്ര ദിവസത്തിനുള്ളിലാണ്? 45 ദിവസത്തിനുള്ളിൽ. അതുപോലെ
സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്ന് നമുക്ക് വിധി അനുകൂലമായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീലിന് പോകാം. അവിടെ 30 ദിവസമാണ്. അവിടെ എത്ര ദിവസമാണ്? 30 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകണം. അതുപോലെ അവിടെയും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നമുക്ക് വിധി അനുകൂലമായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകണം. അവിടെയും 30 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീലിന് പോകണം. അപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അപ്പീലിന് പോകേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീലിന് കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകേണ്ടത് 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. ഇനി നമുക്ക് ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക, വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക, ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക, ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക, വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അപ്പോൾ ഇവയൊക്കെയാണ് ഉപഭോക്തൃ തർക്ക പരാതികൾ നൽകാവുന്ന പ്രധാന സന്ദർഭങ്ങൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരം നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാണ്? രാംവിലാസ് പാസ്വാൻ ആണ്. പാർലമെന്റിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ബിൽ അവതരിപ്പിച്ചതാരാണ്? രാംവിലാസ് പാസ്വാൻ ആണ്. 2019 ജൂലൈ 8 രാംവിലാസ് പാസ്വാൻ ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 2019 ജൂലൈ 8. ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 30 ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 30. രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 6 ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 6. ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 9 ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 9. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? 2020 ജൂലൈ 20 ഈ ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? 2020 ജൂലൈ 20. ഇനി നമുക്ക് 2019 നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇ കൊമേഴ്സ് എന്ന ആശയം പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചു. ഇ കൊമേഴ്സ് എന്ന ആശയം പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ 16 വകുപ്പിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇ കൊമേഴ്സ് എന്ന ആശയം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ 16 വകുപ്പിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇ കൊമേഴ്സ് എന്നത് ഓൺലൈൻ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ പർച്ചേസിംഗ് സെന്റർ എല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽ വരും. അതുപോലെ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം തിരിച്ചു നൽകാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം എന്തെങ്കിലും കേടുപാട് സംഭവിച്ചതാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു നൽകാൻ സാധിക്കും. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന സ്ഥാപനം രൂപീകരിച്ചു. പുതിയ മാറ്റം എന്താണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന സ്ഥാപനം രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 24 ഫസ്റ്റ് അധ്യക്ഷൻ ആരായിരുന്നു? നീതി ഖരെയാണ്. ഫസ്റ്റ് അധ്യക്ഷൻ നീതി ഖരെയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സ്വതന്ത്ര സമിതിയാണിത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സ്വതന്ത്ര സമിതിയാണിത്. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഡയറക്ടർ ജനറൽ ആയിരിക്കും. അതുപോലെ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, അന്യായമായി നടക്കുന്ന വ്യാപാരം തടയുക, പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, അന്യായമായി നടക്കുന്ന വ്യാപാരം തടയുക, പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത മൂന്നാമത്തെ മാറ്റമാണ്
തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ചു. 2019 മറ്റൊരു മാറ്റം എന്താണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് പോയിന്റ്, മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാര വ്യവസ്ഥ ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്നു. തർക്ക പരിഹാരം കൂടുതൽ എളുപ്പത്തിലാക്കുക എന്നതാണ് ലക്ഷ്യം. മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാര വ്യവസ്ഥ ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്നു. തർക്ക പരിഹാരം കൂടുതൽ എളുപ്പത്തിലാക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, മധ്യസ്ഥതയിലൂടെ സോൾവ് ചെയ്ത കേസ് പിന്നെ അപ്പീലിന് പോകാൻ കഴിയില്ല. മധ്യസ്ഥതയിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കേസ് സോൾവ് ചെയ്താൽ പിന്നെ അതിന് എതിരെ അപ്പീലിന് പോകാൻ നമുക്ക് കഴിയില്ല. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണത്. 2019 മറ്റൊരു മാറ്റമാണ് ഓൺലൈനായിട്ട് പരാതികൾ നൽകാനുള്ള അവസരം ഒരുക്കുന്നത്. ഓൺലൈനായിട്ട് പരാതികൾ നൽകാനുള്ള അവസരം ഒരുക്കുന്നു. വീഡിയോ കോൺഫറൻസിലൂടെ കേസിന്റെ ഹിയറിംഗിൽ പങ്കെടുക്കാനുള്ള വ്യവസ്ഥയും ചെയ്യുന്നുണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെ കേസിന്റെ ഹിയറിംഗിൽ പങ്കെടുക്കാനുള്ള വ്യവസ്ഥയും ചെയ്യുന്നു. അതുപോലെ പരാതിക്കാരൻ എവിടെയാണോ അതേ സ്ഥലത്ത് തന്നെ കേസ് നൽകുവാനുള്ള വ്യവസ്ഥയും ചെയ്യുന്നുണ്ട്. പണ്ട് ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഓൺലൈനായിട്ട് പരാതികൾ നൽകാനുള്ള അവസരമുണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെ കേസിന്റെ ഹിയറിംഗിൽ പങ്കെടുക്കാം. അതുപോലെ പരാതിക്കാരൻ എവിടെയാണോ അതേ സ്ഥലത്ത് തന്നെ കേസ് കൊടുക്കാനുള്ള അവസരവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് പ്രോഡക്റ്റ് ലയബിലിറ്റി. എന്താണ് പ്രോഡക്റ്റ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉപഭോക്താവ് ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് വഴി ആ ഉൽപ്പന്നത്തിന്റെ എന്തെങ്കിലും തകരാറ് മൂലം മറ്റുള്ള വസ്തുക്കൾക്ക് എന്തെങ്കിലും ഒരു നാശനഷ്ടമോ അല്ലെങ്കിൽ ഡാമേജോ സംഭവിച്ചാൽ അതിന് കോമ്പൻസേഷൻ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ നൽകണം. എന്താണ്? ഉപഭോക്താവ് ഒരു സാധനം വാങ്ങുന്നത് വഴി അതിന്റെ ഉൽപ്പന്നത്തിന്റെ ഏതെങ്കിലും തകരാറ് മൂലം മറ്റുള്ള വസ്തുക്കൾക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ അതിന് കോമ്പൻസേഷൻ ആരാണ് നൽകേണ്ടത്? ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ നൽകണം. അടുത്തത് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. എന്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് കൊണ്ട് വ്യക്തമാക്കുന്നത്? ഉപഭോക്താവിന്റെ പരാതിയിൽ ഒരു ഉൽപ്പന്നം ഡിഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചതാണെന്ന് കണ്ടെത്തിയാൽ അതേ ബാച്ചിൽ നിർമ്മിച്ച് വിറ്റുപോയ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിക്കാൻ കമ്പനികൾ ബാധ്യസ്ഥരാകണം. എന്താണ്? ഉപഭോക്താവിന്റെ പരാതിയിൽ ഒരു ഉൽപ്പന്നം കേടുപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്തിയാൽ ആ ബാച്ചിൽ നിർമ്മിച്ച് വിറ്റുപോയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ തിരിച്ചു വിളിക്കാൻ ആര് ബാധ്യസ്ഥരാകണം? കമ്പനികൾ ബാധ്യസ്ഥരാകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2019 കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങൾ. ഇനി നമുക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫീ എത്രയാണെന്ന് നോക്കാം. അപ് ടു 5 lakh rupees എമൗണ്ട് ഓഫ് ഫീ പേയബിൾ നില്ലാണ്. അപ്പോൾ 5 ലക്ഷം വരെയുള്ള അപേക്ഷകൾക്ക് ഫീ ഇല്ല. 5 ലക്ഷം വരെയുള്ള അപേക്ഷകൾക്ക് എന്താണ്? ഫീ ഇല്ല. 5 മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫീ എത്രയാണ്? 200 രൂപയാണ്. അതുപോലെ 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫീ 400 രൂപയും 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫീ 1000 രൂപയും 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 2000 ഫീ. അതുപോലെ 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണെങ്കിൽ ഫീ 2500 രൂപയും 2 കോടിക്കും 4 കോടിക്കും ഇടയിലാണെങ്കിൽ ഫീ 3000 രൂപയും 4 കോടിക്കും 6 കോടിക്കും ഇടയിലാണെങ്കിൽ ഫീ 4000 രൂപയും 6 കോടിക്കും 8 കോടിക്കും ഇടയിലാണെങ്കിൽ ഫീ എത്രയാണ്? 5000 രൂപയുമാണ്. 8 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ 6000 രൂപയാണ് ഫീ ആയി കണക്കാക്കുന്നത്. അതുപോലെ എബോവ് 10 crore 10 കോടിക്ക് മുകളിലാണെങ്കിൽ എത്രയാണ്? 7500 ഫീ. ഇതൊക്കെ ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പരിധിയിൽ വരാത്തവ ടെലികമ്മ്യൂണിക്കേഷനും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പരിധിയിൽ വരാത്തവയാണ്. ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടവ നിയന്ത്രിക്കുന്നത് ആരാണ്? ട്രായ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ നിയന്ത്രിക്കുന്നത് ട്രായ് ആണ്. അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ വരാത്തവയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരാതിപ്പെടാൻ അവകാശമില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ആരൊക്കെയാണ്? സാധനങ്ങളോ സേവനങ്ങളോ സൗജന്യമായി ലഭിച്ച വ്യക്തിക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. സാധനങ്ങളോ സേവനങ്ങളോ എവിടെ നിന്നും സൗജന്യമായി ലഭിച്ച വ്യക്തിക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. അതുപോലെ പുനർവിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ നിൽക്കുന്ന മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരാൾ ഇവർക്കും പരാതിപ്പെടാൻ കഴിയില്ല. പുനർവിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരാൾ ഇവർക്കും പരാതിപ്പെടാൻ കഴിയില്ല. പരാതി നൽകാൻ അവകാശമുള്ളവർ ആരൊക്കെയാണ്? ഉപഭോക്താവ്. ഒന്നാമത്തെ ആൾ ആരാ തന്നെയായിരിക്കും? ഉപഭോക്താവ് തന്നെയായിരിക്കും. അതുപോലെ
ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾക്കും പരാതി നൽകാൻ അവകാശമുണ്ട്. അതുപോലെ ഗവൺമെന്റിനും പരാതി നൽകാം. അപ്പൊ ആരൊക്കെയുണ്ട്? ഉപഭോക്താവ്, ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റിനും പരാതി നൽകാം. ഉപഭോക്തൃ മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിക്കും പരാതി നൽകാം. ഉപഭോക്താവ് മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കും പരാതി നൽകാം. ഉപഭോക്താവ് മൈനർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷകർത്താവ് അല്ലെങ്കിൽ സംരക്ഷണ ചുമതലയുള്ള ആൾക്കും പരാതി നൽകാം. ഉപഭോക്താവ് 18 വയസ്സിന് താഴെയാണെങ്കിലും അദ്ദേഹത്തിന്റെ രക്ഷകർത്താവിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംരക്ഷകനോ പരാതി നൽകാവുന്നതാണ്. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധന വിൽപ്പന നിയമം 1930 സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു. സാധന വിൽപ്പന നിയമം വർഷം 1930. കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ്. കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937. അവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അവശ്യസാധന നിയമം 1955. അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമം ഉപകരിക്കുന്നു. അളവ് തൂക്ക നിലവാര നിയമം വർഷമെന്നാണ് 1976. അതുപോലെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ചില വകുപ്പുകളും സ്ഥാപനങ്ങളുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ISI ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം. ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നു. BIS സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നു. CE ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അഗ്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അഗ്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങളാണ് അടയാളപ്പെടുത്തുന്നത്. വെജ് ആണെങ്കിൽ ഗ്രീൻ കളറും നോൺ വെജ് ആണെങ്കിൽ റെഡ് കളറുമാണ് ഉപയോഗിക്കുന്നത്. FPO പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം, നിലവാരം എന്നിവ സാക്ഷ്യപ്പെടുത്തുന്നു. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് FPO. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട് കൂടി നോക്കാം. ഇപ്പോഴത്തെ ഉപഭോക്തൃ ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനാരാണ്? RK അഗർവാൾ ആണ്. ഇപ്പോഴത്തെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനാരാണ്? RK അഗർവാൾ ആണ്. അതുപോലെ സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? പീയൂഷ് ഗോയലാണ്. സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? പീയൂഷ് ഗോയൽ. അതുപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? GR അനിലാണ്. സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? GR അനിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമാണിത്.
ഇനി അടുത്ത ടോപ്പിക്കും അവയുടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്